നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് രാജ്യസഭയിലെത്തുന്നതോടെ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യം തന്നെ മാറി. പുതിയ രാഷ്ട്രീയ നീക്കം ജെഡിയുവിനെ പിളർപ്പിലേക്ക് നയിക്കുമെന്നും സൂചനകളുണ്ട്. 20 കൊല്ലക്കാലം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച നിതീഷ് കുമാർ എങ്ങനെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയത് എന്ന് പരിശോധിക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. മോദി തരംഗം അലയടിക്കുന്ന അക്കാലത്ത് മോദി വിരുദ്ധ പക്ഷത്ത് അടിയുറച്ചു നിന്നു ബീഹാറിലെ ജനങ്ങൾ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസവും BJP സഖ്യം മുന്നിട്ട് നിൽക്കുന്നുവെന്ന വാർത്തകളുടെ മുനയൊടിച്ച് ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും നിതീഷ് കുമാറിന്റെയും എല്ലാം നേതൃത്വത്തിലുള്ള മഹാസഖ്യം 178 സീറ്റ് നേടി. NDA നേടിയതാകട്ടെ വെറും 58 സീറ്റ് മാത്രം. അന്ന് RJD ആയിരുന്നു ബീഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നിട്ടും JDU നേതാവായ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകി. RJDയിൽ നിന്ന് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായി. എന്നാൽ തേജസ്വി യാദവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച് നിതീഷ് സ്വയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും അധികാരം കൈപ്പിടിയിലൊതുക്കാൻ നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന കസേരകളി, അത് 2015 ആരംഭിച്ചതോ 2015ഓടെ അവസാനിച്ചതോ ആയിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ കൂറുമാറ്റങ്ങളുടെ രാജാവെന്ന വലിയൊരു ചരിത്രം നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരന്റെ പേരിനോടൊപ്പം എഴുതി ചേർക്കപ്പെട്ടു. 2000 മുതൽ തന്നെ മുന്നണികൾ മാറി മാറി ചവിട്ടി മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ. ആ നേതാവാണ് ഒടുക്കം ഇപ്പോൾ BJPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന തരത്തിലേക്ക് BJP എത്തുകയാണ്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ഉയർന്നു വന്ന സോഷ്യലിസ്റ്റ് മാറ്റങ്ങളിലൂടെ 70കളിലാണ് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ പിറക്കുന്നത്. JPയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളിലൂടെ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചിരുന്ന കാലം. അടിയന്തരാവസ്ഥ കാലത്ത് 19 മാസം ജയിലിൽ കഴിഞ്ഞ നിതീഷ് കുമാർ ബീഹാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആയിരുന്നു. ആ ജോലി രാജിവെച്ചാണ് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി നിതീഷ് രംഗപ്രവേശനം ചെയ്യുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജനവിധി തേടുകയും ചെയ്തു. ആദ്യ പരീക്ഷണത്തിൽ പരാജയം രുചിച്ചെങ്കിലും പിന്നീട് ഒരിക്കലും നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ പരാജയം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല. 1994 നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവുമായി അകന്നു തുടങ്ങിയത്. അതേ വർഷം തന്നെ സമതാ പാർട്ടി ഉണ്ടാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായി. 2000 NDAയുമായി കൂട്ടുചേർന്ന് സമതാ പാർട്ടി ബീഹാറിൽ സർക്കാർ ഉണ്ടാക്കി. അങ്ങനെ ആദ്യമായി നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലെത്തി. പക്ഷേ കേവലം ഒരാഴ്ച മാത്രമായിരുന്നു ആ മുഖ്യമന്ത്രി പദവിയുടെ കാലാവധി. NDA സഖ്യത്തിന് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്നതോടെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് മന്ത്രിസഭ പിരിച്ചുവിട്ടു. തുടർന്ന് 2003 സമതാ പാർട്ടിയെ ശരത് യാദവിന്റെ ജനതാദളുമായി ലയിപ്പിച്ച് JDU രൂപീകരിച്ചു. 2005 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തുകയും ചെയ്തു. ഇത്തവണ വിധി നിതീഷ് കുമാറിനെ കൈവിട്ടില്ല. 2005 2010 2015 2020 2025 നിതീഷ് തന്നെ മുഖ്യമന്ത്രി. 2014 9 മാസം അധികാരം ജിതിൻ റാം മഞ്ചിക്ക് കൈമാറിയതൊഴിച്ചാൽ കഴിഞ്ഞ 20 വർഷം ബീഹാറിലെ മുഖ്യമന്ത്രി കസേര നിതീഷിന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. 2005 NDAയുമായി ചേർന്ന് 5 വർഷത്തേക്ക് ആദ്യമായി മുഖ്യമന്ത്രിയായി. 2010 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സഹായത്തോടെ വീണ്ടും അധികാരത്തിൽ. എന്നാൽ 2013 BJPയുമായി ഇടഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഉയർത്തിക്കൊണ്ടുവന്ന BJP നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ തർക്കം. അപ്പോഴും വിശ്വാസ വോട്ടെടുപ്പിലൂടെ നിതീഷ് കുമാർ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം സുരക്ഷിതമാക്കി നിർത്തി. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും ബീഹാറിൽ നിതീഷിന് തിരിച്ചടിയുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആദ്യമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ജിതിൻ റാം മഞ്ചിയെ ഏൽപ്പിച്ച് രാജിവെച്ചു. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഇടഞ്ഞ നിതീഷ് വീണ്ടും ലാലു പ്രസാദ് യാദവിന്റെ RJDക്കൊപ്പം എത്തി. സഭയിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ടും മുഖ്യമന്ത്രി പദവി വിട്ടു നൽകിയിട്ടും
5 വർഷം പോലും തികയ്ക്കാൻ കാത്തുനിൽക്കാതെ നിതീഷ് സഖ്യത്തോട് വിട പറഞ്ഞു. സഖ്യം വിട്ടെങ്കിലും എക്കാലത്തെയും പോലെ BJPയുമായി ചേർന്ന് മുഖ്യമന്ത്രി കസേര അദ്ദേഹം സുരക്ഷിതമാക്കി. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും JDUവിന് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. RJD 75 സീറ്റും BJP 74 സീറ്റും നേടിയപ്പോൾ JDU 43 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. എങ്കിലും BJPയുമായി ചേർന്ന നിതീഷ് മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചു. 2022 BJPയിൽ നിന്നും വീണ്ടും മടക്കം. തനിക്കെതിരെ വിമത നീക്കം നടക്കുന്നു എന്നായിരുന്നു അന്ന് നിതീഷിന്റെ വാദം. തുടർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിതീഷുമുണ്ടായിരുന്നു. ഒരു വേള ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായേക്കാം എന്ന ഘട്ടം വരെ എത്തി. പക്ഷേ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. നിതീഷ് വന്നതുപോലെ തന്നെ തിരിച്ച് BJPയിലേക്ക് മടങ്ങി. നിതീഷ് കുമാർ 2025 തെരഞ്ഞെടുപ്പിൽ വീണ്ടും NDAയുടെ മുഖമായി. പക്ഷേ ഇത്തവണ JDUവിന് വേണ്ടത്ര നേട്ടമുണ്ടാക്കാനായില്ല. 89 സീറ്റ് നേടി BJP സംസ്ഥാനത്തെ ഒറ്റകക്ഷിയായപ്പോൾ JDU നേടിയത് 85 സീറ്റ് മാത്രം. എങ്കിലും അന്നത്തെ ആവേശത്തിൽ നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി. ഒടുവിൽ തേജസ്വി യാദവ് മുമ്പേ പറഞ്ഞതുപോലെ JDUവിനെയും നിതീഷിനെയും തന്ത്രപരമായി അട്ടിമറിച്ച് BJP ബീഹാറിലെ മുഖ്യമന്ത്രി കസേരയിലെത്തുകയാണ്. ചരിത്രത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നിതീഷിന്റെ രണ്ടാമത്തെ രാജി. ആദ്യത്തേത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും NDAയോട് പരാജയപ്പെടുകയും ചെയ്തതിനായിരുന്നെങ്കിൽ ഇത്തവണ രാജി മുഖ്യമന്ത്രി കസേര BJPക്ക് കൈമാറാനാണ് എന്ന് മാത്രം.